ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിസ്പ്ലേ വീഡിയോ ആണ് കാണുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിൽക്കി കോട്ട ഹാൻഡ് എംബ്രോയിഡറി സിൽക്കി കോട്ട സാരീസ് ആണ് കാണുന്നത്. ഡിഫറെൻറ്റ് ഷീറ്റ്സ് ആണ്, പാസ്റ്റൽ ഷീറ്റ്സും ഉണ്ട്, കുറച്ച് ബ്രൈറ്റ് ഷീറ്റ്സും ഉണ്ട്. കൂടുതൽ പാസ്റ്റൽ ഷീറ്റ്സ് ആണ്. 2 സിൽക്കി കോട്ട വിത്ത് ബ്ലൗസ് പീസും 2 വിത്തൗട്ട് ബ്ലൗസ് പീസുമാണ് നമ്മളിന്ന് കാണുന്നത്. അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത ഒരു സാരീസാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്ക്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഓരോ സാരിയിലും ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. 2-3 സാരിയുടെ സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് മേളിൽ കാർഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതല്ലാണ്ട് ഒരെണ്ണം ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അടുത്ത് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ആദ്യം സാരി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽഡായിട്ട് കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം ആദ്യത്തെ സാരി ഇതാണ്. ഇതൊരു ലൈറ്റ് ബേബി ഗ്രീൻ എന്ന് പറഞ്ഞ കളർ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് മെറൂണും റെഡും കളർ ത്രെഡ് യൂസ് ചെയ്താണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് ബീഡ്സ് ഗോൾഡൻ ആൻറ്റിക് കളർ ബീഡും വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ നടുക്കും പിന്നെ ഈ തണ്ടിൻ്റെയൊക്കെ അറ്റത്തും. ലീവ്സും സ്റ്റെമും നമ്മൾ തയ്ച്ചേക്കുന്നത് ഡാർക്ക് ഒലീവ് ഗ്രീനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു വശത്ത് വരുന്ന ഒരു പാറ്റേൺ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു മീഡിയം സൈസ് 2 ഫ്ലവറുള്ള പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് ലേസി ഡേസി ആണ് സ്റ്റിച്ച്. ഫ്ലവേഴ്സ് ഈ ഫ്ലവറും ലേസി ഡേസി ആണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലേസി ഡേസി തയ്ച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കളർ ഭയങ്കര ഡാർക്കായിട്ടാണ് മെറൂൺ കളർ ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ബ്രൈറ്റ് ഡാർക്ക് ഷെയ്ഡല്ല കേട്ടോ. ഇത് ഇങ്ങനെ 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ് വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലെ 4 ഡിസൈനാണ്. 4 പ്ലീറ്റ്സിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും പിന്നെ 3 പ്ലീറ്റ്സിലുമായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ 4 ഡിസൈൻ ബോട്ടം പ്ലീറ്റ്സിലുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് അല്ല, സെയിം കളർ ബ്ലൗസ് പീസ് തന്നെയാണ്. അതിൻ്റെ സ്ലീവിലും ഇതുപോലെ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. സാരി വിത്ത് ബ്ലൗസ് പീസ് റേറ്റ് വരുന്നത് 1700 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത സാരി ഒരു പിങ്ക് സിൽക്കി കോട്ട സാരിയാണ്. അത്യാവശ്യം ഡാർക്ക് കളർ പിങ്ക് ആണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ലാവൻഡർ ആൻഡ് പേർപ്പിൾ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ലാവൻഡറും പേർപ്പിളും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഷുഗർ ബീഡ്സ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു. സ്റ്റെമ്മ് ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലീഫും തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മേളിൽ കാർഡിൽ വരുന്നതായിരിക്കും. പിന്നെ അതുപോലത്തെ തന്നെ ഒരു പാറ്റേൺ റണ്ണിങ് പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈൻ ഉണ്ടാകും ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് കാലിൻ്റെ അവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇത്രയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 റണ്ണിങ് പോർഷനിലും മുന്താണിയുടെ ഒരു വശത്തും ഇത്രയാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല മുഴുത്ത ഡിസൈൻ തന്നെയാണ്. പിന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്, ഇതിൻ്റെ അകത്ത് പേർപ്പിൾ കളർ ബ്ലൗസ് പീസോ ലാവൻഡറോ പിങ്കോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏത് യൂസ് ചെയ്താലും നല്ലതായിരിക്കും. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ഗ്രീൻ സിൽക്കി കോട്ടയാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ലാവൻഡർ തന്നെ വളരെ ലൈറ്റ് ഷെയ്ഡും ആയിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്ത് സ്പൈഡർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒലീവ് ഗ്രീൻ ആണ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെമ്മും ഫ്ലീവ്സും തയ്ക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു നീണ്ട ഡിസൈനാണ് നമ്മുടെ മുന്താണിയുടെ ഒരു വശത്ത് തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് കളർ കോമ്പിനേഷൻ വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അതും റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ, മുന്താണിയിൽ കണ്ടോർത്ത ഒരു ഡിസൈൻ വലുത്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഡിസൈൻ. അപ്പോൾ മുന്താണിയിൽ വലുത് കുഞ്ഞത് ആയിട്ട് അടുപ്പിച്ചാണ് ഡിസൈനിങ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇത് ഇതുപോലെയാണ് വരുന്നത്. സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളർ. ഈ സാരിയുടെ ഒരു ഗ്രീനിങ് കളറാണ്. എന്നാൽ ഒത്തിരി എടുത്ത് നിൽക്കുന്ന ഗ്രീനല്ല, ലൈറ്റർ ഷെയ്ഡ് ഗ്രീനുമാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1390 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ബേബി ബ്ലൂ കളർ സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആൻഡ് കളർ ത്രെഡ് യൂസ് ചെയ്ത് ലൈറ്റ് ഒരു ഗ്രീൻ കളർ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള സ്റ്റിച്ച് ആണ്, സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഡിസൈൻ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ആയിട്ടുള്ള ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്തുണ്ട്. അത് കഴിഞ്ഞ് റണ്ണിങ് പോർഷനിലും സെയിം ഡിസൈൻ തന്നെയാണ്, കുഞ്ഞിതാക്കിയിട്ടില്ല. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 3 എണ്ണം ഫ്രണ്ടിൽ ഇതുവരത്ത് തയ്ച്ചിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും സെയിം ഡിസൈൻ തന്നെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇത് സിൽക്കി കോട്ട ബ്ലൗസ് പീസ് അല്ല വരുന്നത്. ഇതിന് ചെക്ക് കോട്ട ബ്ലൗസ് പീസ്, പീച്ച് കളർ ബ്ലൗസ് പീസിൻ്റെ അകത്ത് ഈ ഒരു ബ്ലൂ കളർ ത്രെഡും കൊണ്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് തയ്ച്ചേക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1000, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ആദ്യത്തെ സാരിയും അവസാനത്തെ സാരിയും 1700 ആണ്. ബാക്കി 2 സാരിയുടെയും റേറ്റാണ് വ്യത്യാസം. ബാക്കി 2 സാരിക്കും വിത്ത് ബ്ലൗസ് പീസ് അല്ല, വിത്തൗട്ട് ബ്ലൗസ് പീസാണ്. ഇതിന് ആദ്യം കണ്ടതും അവസാനം കണ്ടതിനും മാത്രമാണ് ബ്ലൗസ് പീസ് ഉള്ളത് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ട്യൂട്ടോറിയൽ വീഡിയോയിൽ കണ്ട സാരിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു സാരി ഡിസ്പ്ലേ ചെയ്തെങ്കിലും അതിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സാരി കാണിച്ചും തരാം, അതിൻ്റെ റേറ്റും പറയാം. മുന്താണിയിൽ ഇതുപോലത്തൊരു ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു കുഞ്ഞ് മീഡിയം സൈസ് ഡിസൈൻ, ഫുൾ ഫ്ലവേഴ്സ് ഇല്ല. ഇത് റേസ്ഡ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് കേട്ടോ. റേസ്ഡ് ചെയിൻ സ്റ്റിച്ച്, റാണി പിങ്ക് കളറാണ്, ലാവൻഡറാണ് സാരിയുടെ കളറ്. അതിൻ്റെ അകത്ത് റാണി പിങ്ക് കളർ ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മുന്താണിയിൽ കണ്ടുപോലത്തെ 2 ഡിസൈൻ അടുപ്പിച്ച് ഇതുവരെ ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിട്ടുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസ് അല്ല, ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ. പിന്നെ ബോട്ടം പ്ലീറ്റ്സ് ആണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ 5 ഡിസൈനുള്ള 5 പ്ലീറ്റ്സിലും ഒരേ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 5 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. അപ്പം താല്പര്യമുള്ളവർ ഈ സാരിയിൽ 5 സാരിയിൽ താല്പര്യമുള്ള ഏത് സാരിയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.